ആയുർവേദത്തിൽ അമ്മമാർക്കുള്ള പ്രസവരക്ഷയെക്കുറിച്ചും ശിശു പരിചരണത്തെക്കുറിച്ചും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായി ചെയ്യാറുണ്ട്. ഇത് മധ്യ കേരളത്തിൽ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയാണ് എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. ആദ്യത്തേത് അമ്മയുടെ സംരക്ഷണമാണ്. പ്രസവം കഴിഞ്ഞ ഉടനെ അമ്മമാരും അമ്മൂമ്മമാരും അമ്മായിമ്മമാരും പോരാഞ്ഞ് കുളിപ്പിക്കാൻ വരുന്ന ചേച്ചിമാരും കൂടെ പറയുന്ന ഒരു ഡയലോഗുണ്ട്: പ്രസവം കഴിഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പെടണം. ഞങ്ങളും അങ്ങനെയൊക്കെ എത്രയിടം വരെ എത്തിയത്. ഈ ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത്. ഓൾറെഡി പ്രസവം, സിസേറിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് തന്നെ വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞതാണ്. അതിനുശേഷം ഈ അമ്മമാരാദ്യം ആയവരുടെ വക അടുത്ത കഷ്ടപ്പാട്: വെള്ളം കുടിക്കരുത്, മൊബൈൽ നോക്കരുത്, TV കാണരുത്, പുറത്തിറങ്ങരുത്, മലർന്നു കിടക്കണം, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്. കഴിഞ്ഞില്ലേ? ഇതിൽ നിന്ന് ഉടലെടുക്കുന്നതാണത്രേ പോസ്റ്റ്നാറ്റൽ ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദം. ആദ്യം നമ്മൾ അമ്മമാർക്ക് കൊടുക്കേണ്ടത് മെന്റൽ സപ്പോർട്ടാണ്, പ്രത്യേകിച്ച് പ്രൈമിംഗ് അഥവാ ആദ്യത്തെ പ്രസവശേഷം. അവർ മാതൃത്വം എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അമ്മമാർക്ക് ആദ്യം വേണ്ടത് മാക്സിമം മെന്റൽ സപ്പോർട്ടാണ്. ഇനി അമ്മയുടെ ശരീര സംരക്ഷണത്തിലേക്ക് കടക്കാം. ആദ്യം ഡെലിവറി നോർമലായ ഒരു ലേഡിയുടെ കാര്യം എടുക്കാം. ഡെലിവറി കഴിഞ്ഞ് 10 to 15 ദിവസം മുതൽ നമുക്ക് ഉള്ളിലേക്കും അതുപോലെ പുറമേക്കും മരുന്ന് ഉപയോഗിച്ച് തുടങ്ങാം. കഷായം, അരിഷ്ടം ഇവ രണ്ടിലും മേമ്പൊടി ചേർത്ത് കഴിക്കുന്ന ഗുളികകൾ, ഉച്ചയ്ക്ക് വയറൊതുങ്ങാനും കൊഴുപ്പൊതുങ്ങാനും ഉപയോഗിക്കുന്ന പൗഡറുകൾ, അതായത് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ പുളിലേഹ്യം, പുളിങ്കുഴമ്പ് അങ്ങനെയുള്ള പൗഡറുകളുണ്ട്, അവയൊക്കെ എന്നിവയൊക്കെ തന്നെയും ആദ്യത്തെ 2 ആഴ്ചയാണ് നമ്മൾ സേവിക്കേണ്ടത്. ഇതെല്ലാം തന്നെ ഒരുമിച്ച് കഴിക്കാനാണ് ഞാൻ പറയാറ്. കാരണം ഫസ്റ്റ് അരിഷ്ടം കഴിച്ച് പിന്നീട് കഷായം സേവിച്ച് ഒക്കെ കഴിയുമ്പോൾ അമ്മമാർ കൂടുതൽ ദിവസം പഥ്യം നോക്കേണ്ടതായി വരുന്നുണ്ട്. അതുകൊണ്ട് 2 ആഴ്ച കൊണ്ട് മരുന്നുകളെല്ലാം തീർത്ത് അമ്മമാർ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കട്ടെ. കഷായം എന്ന് പറയുമ്പോൾ ധന്വന്തരം കഷായം, ചിരുവില്വാദി കഷായം, സുകുമാരം കഷായം, വിതാര്യാദി കഷായം എന്നിവയെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതൊക്കെയും അമ്മമാരുടെ കണ്ടീഷൻ അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അവിടെയും ചില തെറ്റുകൾ കണ്ടിട്ടുണ്ട്. ഡെലിവറി റിലേറ്റഡ് ആയി ചിലർക്ക് അർഷസ് അഥവാ പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ അഥവാ മലമുറുക്കം, ബ്ലഡ് പ്രഷർ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ പ്രസവ സംബന്ധമായി വരുന്ന ഷുഗർ, വാതികമായ വേദനകൾ അഥവാ ജോയിന്റ് പെയിൻസ്, നടുവേദന തുടങ്ങിയവ, അലർജി, വിശപ്പില്ലായ്മ, ഗ്യാസ് ട്രബിൾ തുടങ്ങിയ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഈ കണ്ടീഷൻസ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കഷായങ്ങളും അഭയാരിഷ്ടം, ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, മുസ്താരിഷ്ടം, ദ്രാക്ഷാരിഷ്ടം, അശോകാരിഷ്ടം തുടങ്ങിയ അരിഷ്ടങ്ങളും ഒക്കെ ചൂസ് ചെയ്യുന്നത്. എന്നാൽ കൗണ്ടറിൽ നിന്നും ഡയറക്റ്റായി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാതെ കുളിപ്പിക്കാൻ വരുന്ന ചേച്ചിമാരുടെ നിർദ്ദേശപ്രകാരം കഷായങ്ങളും അരിഷ്ടങ്ങളും എഴുതിക്കൊണ്ട് വന്ന് വാങ്ങുന്നവരുടെ എണ്ണം ചുരുക്കമൊന്നുമല്ല. അമ്മയ്ക്കും കുഞ്ഞിനും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. എല്ലാ സൗദികമാർക്കും, അതായത് പ്രസവം കഴിഞ്ഞവർക്കും ഒരേ മെഡിസിൻ തന്നെയാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കി ഒരു ആയുർവേദ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മാത്രം നമ്മൾ പ്രസവശേഷമുള്ള മരുന്നുകൾ വാങ്ങുക. കഷായവും അരിഷ്ടങ്ങളും ഒക്കെ സേവിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ദഹന പ്രക്രിയയൊക്കെ ശരിയാക്കിയതിനു ശേഷമാണ് നമ്മൾ ശരീരം നന്നാകുന്നതിനുള്ള ലേഹ്യങ്ങളും നെയ്യുകളും ഒക്കെ കഴിക്കേണ്ടത്. ഇനിയിപ്പോൾ ശരീരം തടിക്കണ്ട, നന്നാവണ്ട എന്നുള്ളവരാണെങ്കിൽ 2 ആഴ്ച കഷായ അരിഷ്ടാദികൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാലിൽ ചേർത്ത് 2 നേരം കഴിക്കാനായി, പാലിൽ അഥവാ ചൂടുവെള്ളത്തിൽ ചേർത്ത് 2 നേരം കഴിക്കാനായി ഹെൽത്ത് പൗഡറുകളും മറ്റും ഞാൻ നൽകാറുണ്ട്. അത്തരത്തിലൊന്നാണ് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ സി ഹെൽത്ത് ഗ്രാനുവൽസ്. ഇത് ഷുഗർ ഫ്രീയും റെഗുലറും ചോക്ലേറ്റ് ഫ്ലേവറും ഒക്കെ അവൈലബിൾ ആണ്. പ്രസവ സംബന്ധമായ എല്ലാ ക്ഷീണങ്ങളും അകറ്റാൻ ഇത് എന്തുകൊണ്ടും പ്രയോജനകരമാണ്. പിന്നൊരു കാര്യം, ശരീരം വണ്ണം വയ്ക്കുക എന്നൊരു ഉദ്ദേശം മാത്രമല്ല ലേഹ്യങ്ങൾക്കും നെയ്കൾക്കും ഒക്കെ ഉള്ളത്. ഗർഭാശയ ശുദ്ധി, സന്ധികളുടെ ആരോഗ്യം തുടങ്ങി മറ്റ് പല ഗുണങ്ങളും ഇതുകൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെയും ചവനപ്രാശം, തെങ്ങും പൂക്കുല, വിതാര്യാദി, അജമാംസ രസായനം, സുകുമാരം ലേഹ്യം, സുകുമാരം നെയ്യ്, ധന്വന്തരം നെയ്യ് എന്നീ ചോയ്സുകൾ ഉണ്ടെന്നും അപ്പോൾ നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തേ മതിയാവൂ എന്നും മനസ്സിലാക്കണേ. ഇത്രയും നേരം പറഞ്ഞത് ഉള്ളിലേക്കുള്ള മരുന്നുകളാണ്. ഇനി പുറമേ ഉള്ള വേദുകുളി മുതലായവയെക്കുറിച്ച് അറിയാം. നോർമൽ ഡെലിവറി കഴിഞ്ഞ് 10th ഡേ മുതൽ നമുക്ക് കുളി തുടങ്ങാം. കുളി മീൻസ് വേദുകുളി. അതുവരെ എപ്പിസിയോട്ടമി, അതായത് കുഞ്ഞിന് പുറത്തേക്ക് വരാനായി യോനി ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മുറിവ്, അതിലൊക്കെ നന്നായി സോപ്പ് തേച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കണം. അതിൻ്റെ കൂടെ ചെറു ചൂടുവെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പ് കൂടിയിട്ട് സ്റ്റിച്ച് ബാത്ത് അഥവാ ആ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുക തുടങ്ങിയവ കൂടി ചെയ്താൽ സ്റ്റിച്ചൊക്കെ പെട്ടെന്ന് തന്നെ കരിയുകയും വേദന കുറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് 10 ദിവസത്തിന് ശേഷം വേദനയൊക്കെ മാറി സ്റ്റിച്ചൊക്കെ കരിഞ്ഞു കഴിഞ്ഞ്
ശരീരം മുഴുവൻ, മെയിനായി ഷോൾഡർ, പുറംഭാഗം, നടുവ്, കൈകാല്, മുട്ട്, കഴുത്ത് എന്നിവയിൽ കുഴമ്പൊക്കെ തേച്ച് 45 മിനിറ്റോളം ഇരുന്ന് വേദവെള്ളത്തിൽ കുളിക്കുന്നതാണ് വേദകുളി. വേദക്കൂട്ട് ഇന്ന് മാർക്കറ്റിൽ പലതരത്തിൽ ലഭ്യമാണ്. അത്തി, ഇത്തി, അരയാൽ, പേരാൽ തുടങ്ങിയ നാൽപ്പാമരപ്പട്ടം തനിയെ വാങ്ങി പരിസരങ്ങളിൽ നിന്നും എരിക്കില, വാദംപുള്ളിയില, വാളംപുളിയില, പഴുത്ത പ്ലാവില ഞെട്ടോട് കൂടിയത്, കരിനൊച്ചിയില, നിലപ്പന, വരട്ട് മഞ്ഞൾ, പാണൽ, വേപ്പിൻ തൊലി തുടങ്ങിയവ കളക്ട് ചെയ്ത് തലേദിവസം തന്നെ വെള്ളം തിളപ്പിച്ച് അടച്ചു വെച്ച് പിറ്റേ ദിവസം രാവിലെ കുളിയുടെ സമയമാകുമ്പോൾ ആവശ്യത്തിന് ചൂടാക്കി കുളിക്കുകയും അതിൽ നിന്ന് ഇലകളും നാൽപ്പാമര കഷ്ണങ്ങളും വാരി നടുവ്, ഷോൾഡർ, മുട്ട് ഇത്യാദി മെയിൻ ജോയിൻസുകളിൽ ചൂടോടുകൂടി വാരിപ്പൊത്തി ആവി പിടിക്കുകയും ചെയ്യുന്നതാണ് രീതി. ഈ വേദവെള്ളം തന്നെ ആറിയതിനു ശേഷം തലയിൽ ഒഴിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. എന്നാൽ എല്ലാവർക്കും എല്ലാ ഇലകളും മറ്റും കിട്ടണമെന്നില്ല, പ്രത്യേകിച്ച് എബ്രോഡായിട്ടുള്ള വിദേശത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വരുമ്പോൾ നാൽപ്പാമര ചീളുകളും വേദിലകൾ ഉണങ്ങിയതും സഹിതം വേദക്കൂട്ടായിട്ട് അങ്ങാടി കടകളിലും മറ്റും ലഭ്യമാണ്. ചിലർ നാൽപ്പാമരാതി ചൂർണ്ണം ഉപയോഗിക്കാറുണ്ട്. അത് കിഴി കെട്ടി വെള്ളം തിളപ്പിക്കുന്നതാവും ഉചിതം. ഒന്നുകൂടി പറയാം. കുഴമ്പ് തേക്കുക, 45 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, വേദവെള്ളത്തിൽ ആവി പിടിച്ച് കുളിക്കുക, ഇഞ്ച ഒരു മൈൽഡ് ആയുർവേദിക് സോപ്പ്, ഒരു ചെറുപയർ പൊടി എന്നിവയായിട്ട് നമുക്ക് കുഴമ്പ് റിമൂവ് ചെയ്യാം. സെയിം വേദവെള്ളം ആറിയതിനു ശേഷം തലയിൽ ഒഴിക്കാം. തുവർത്തി രാസനാദി ചൂർണ്ണം നെറുകയിൽ തടവി കയറുക. ഇനി സിസേറിയൻ അല്ലെങ്കിൽ ഓപ്പറേഷനിലൂടെ കുട്ടിയെ പുറത്തെടുത്ത അമ്മമാരാണെങ്കിൽ അവർക്കും ഉള്ളിലേക്കുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 മുതൽ 15 ദിവസത്തിനകത്ത് തന്നെ ചെയ്യാവുന്നതാണ്. എന്നാൽ വേദകുളി, പ്രത്യേകിച്ച് കുഴമ്പ് തേച്ചുള്ള കുളി, മിനിമം 1 മാസം കഴിഞ്ഞെങ്കിലും മാത്രമേ പാടുള്ളൂ. കാരണം കുഴമ്പൊക്കെ ചെന്നിട്ട് സ്റ്റിച്ചൊക്കെ ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം സ്റ്റിച്ചെല്ലാം കരിഞ്ഞ് വേദനകളെല്ലാം മാറിയതിനു ശേഷം കുഴമ്പ് തേക്കാൻ തുടങ്ങുക. എന്നാൽ വേദവെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പോസ്റ്റ് നേറ്റലായി നൽകുന്ന കാൽഷ്യം, അയൺ, മറ്റ് വൈറ്റമിൻ ടാബ്ലറ്റ്സുകൾ ആയുർവേദ മരുന്നുകൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മുടക്കമില്ലാതെ എടുക്കാവുന്നതാണ്. അത് തുടർച്ചയായി 45 ദിവസം കഴിക്കുകയും വേണം. കാൽഷ്യം ഗുളിക കുഞ്ഞിന് പാല് കൂടി നിർത്തുന്നിടം വരെ ഒരു 2.5 വർഷത്തോളം നമുക്ക് തുടർച്ചയായി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആഹാര രീതികൾ നോക്കാം. ഏറ്റവും അത്യാവശ്യം സമയത്തുള്ള ഭക്ഷണമാണ്. സമയവ്യത്യാസം കുഞ്ഞിനും അമ്മയ്ക്കും ഗ്യാസ് ട്രബിൾ, ദഹനത്തിലുള്ള വ്യത്യാസം എന്നീ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. കുഞ്ഞ് ഉറങ്ങിയില്ല, വേദ കുളിച്ച് വന്നപ്പോൾ താമസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് രാവിലത്തെ ഭക്ഷണം ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. നോൺ വെജുകൾ 2 ആഴ്ചത്തേക്ക് ഒഴിവാക്കണം. 2 നേരം ഓരോ ഗ്ലാസ് പാല് വീതം കുടിക്കുന്നത് നല്ലതാണ്. വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളും പച്ചക്കറികളും ഒക്കെ ഉപയോഗിച്ച് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിഭവങ്ങളും നമുക്ക് കഴിക്കാവുന്നതാണ്. തണുത്തതെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഗ്യാസ് ട്രബിൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കടല, പരിപ്പ് തുടങ്ങിയവ ഒഴിവാക്കാം. ഭക്ഷണത്തിലെല്ലാം തന്നെ നെയ്യുടെ ഉപയോഗം നല്ലതാണ്. അതുപോലെ ശർക്കര ധാരാളമായി, പ്രത്യേകിച്ച് ചെറുപയർ ശർക്കരയിട്ട് കഴിക്കുന്നത് ഗർഭാശയ ശുദ്ധിക്ക് നല്ലതാണ്. 4 മണിക്ക് ചായയുടെ കടിക്ക് പകരം ഒരു ബൗൾ ശർക്കരയിട്ട് ചെറുപയർ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ബേക്കറി ഐറ്റംസ് തുടങ്ങിയ പുറത്തു നിന്നുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഒഴിവാക്കാം. ദിവസം 13 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന്. അത് രാവിലെ തന്നെ മെഷർ ചെയ്തെടുത്ത് വെച്ച് ഓരോ കവിളായി കുടിച്ച് രാത്രിയാകുമ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇത് മുലപ്പാൽ വർദ്ധിക്കാൻ വളരെയധികം നല്ലതാണ്. വയറ് കെട്ടി വെക്കുന്നതിനെ കുറിച്ചാണ് അടുത്ത സംസാരം. പ്രസവശേഷം ഒരു കുഞ്ഞും, ഒന്നല്ല ചിലപ്പോൾ ട്വിൻസ് ആവാം, കുഞ്ഞിനെ ചുറ്റുമുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡും പ്ലാസൻ്റ അല്ലെങ്കിൽ മറുപിള്ളയും ഒക്കെ കിടന്ന ആ സ്പേസ് നമ്മുടെ യൂട്രസിലുണ്ട്. കുറഞ്ഞത് 6 മാസം കൊണ്ടാണ് ആ യൂട്രസ് പതിയെ ചുരുങ്ങി നോർമൽ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നത്. ഈ പ്രോസസ്സിനിടയിൽ നമ്മൾ വയറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ആ സ്പേസിലെല്ലാം കൊഴുപ്പടിഞ്ഞു കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് തടയാൻ നമ്മൾ എന്ത് ചെയ്യണം? വയറിന് സ്പേസ് കൊടുക്കാത്തക്ക രീതിയിൽ നമുക്ക് പുറത്ത് നിന്നൊരു സപ്പോർട്ട് കൊടുക്കാം. സപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് വലിഞ്ഞു മുറുക്കി ശ്വാസം പോലും വിടാത്ത രീതിയിൽ അമ്മമാരെ കഷ്ടപ്പെടുത്തരുത്. അതിന് അബ്ഡോമിനൽ ബാൻഡേജ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. എഴുന്നേറ്റ് നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ വയറ് താഴേക്ക് തൂങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ വയറിനൊരു സപ്പോർട്ട് പോലെ ആദ്യം മുതലേ നമുക്ക് ബാൻഡേജ് ചെറിയ രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങാം. അതുപോലെ മലർന്ന് കിടക്കാൻ തന്നെ ശ്രമിക്കാം എന്ന് പറഞ്ഞ് സൈഡിലേക്ക് തിരിയാനും ചെരിയാനും പാടില്ല എന്ന് അർത്ഥമില്ല. എല്ലാം നമ്മുടെ കുഞ്ഞ് അമ്മമാരുടെ കണ്ടീഷൻ അനുസരിച്ച് ചെയ്യാം. അത്യാവശ്യമുള്ളപ്പോൾ മൊബൈൽ നോക്കുന്നത് കൊണ്ടോ TV കാണുന്നത് കൊണ്ടോ പ്രശ്നമൊന്നുമില്ല. എന്നാൽ അതിനൊക്കെ അഡിക്റ്റ് ആവാത്ത രീതിയിൽ ഫുൾ ടൈം കാണാൻ പാടില്ല. ശരീരത്തിനും മൈൻഡിനും നമ്മുടെ തലച്ചോറിനും ഒക്കെ നല്ല റെസ്റ്റ് അത്യാവശ്യമുള്ള സമയമാണിത്. നേരം
പുലരുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ അമ്മയുടെയും കുളി കഴിയണം. രാവിലെ അമ്മ ചോറ് തന്നെ ഉണ്ണണം. ഇതൊക്കെയും തെറ്റിദ്ധാരണകളാണ്. ഉച്ചയ്ക്ക് മുമ്പായി തന്നെ കുളിക്കാൻ ശ്രമിക്കാം. അതുപോലെ ആവിക്ക് വെച്ച് ദഹിക്കാൻ എളുപ്പമുള്ള ഇഡലി, ഇടിയപ്പം, പുട്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുക. ദഹന വ്യവസ്ഥയ്ക്ക് അധികം ആയാസം ഉണ്ടാവില്ല. കുഞ്ഞിൻ്റെ കാര്യം നോക്കാം. ജനിച്ച മുതൽ കുറഞ്ഞത് 4-5 മാസം വരെയെങ്കിലും നമുക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ജനിച്ച ശേഷം 1 മുതൽ 14 ദിവസത്തിനകം പുക്കിൾ പൊടി കൊഴിഞ്ഞു പോകും. അതിനുശേഷം മാത്രം എണ്ണ തേപ്പിച്ച് കുഞ്ഞിനെ കുളിപ്പിക്കാം. അതുവരെ എണ്ണ തേക്കാതെ 2 നാൽപ്പാമരപ്പട്ടയിട്ട് തിളപ്പിച്ച് ലൈറ്റ് ചുവന്ന വെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിക്കാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് കോട്ടിയിൽ ആര്യവൈദ്യശാലയുടെ ബേബി ഓയിലോ ബേബി സോപ്പോ ഒക്കെ ഉപയോഗിക്കാം. ബർത്ത് വെയിറ്റ് കുറഞ്ഞത്, അതായത് ഒരു 2 കിലോയെങ്കിലും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് കുളിപ്പിക്കേണ്ട. ജസ്റ്റ് ശരീരത്തിലെ മടക്കുകളും കണ്ണുകളും ഒക്കെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെയിറ്റ് ആയതിനു ശേഷം നമുക്ക് കുളിപ്പിക്കാം. 5 മാസം പൂർത്തിയായി 6 മാസം തുടങ്ങുമ്പോൾ പഞ്ഞപ്പുല്ല്, റാഗി, മുത്താറി ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതുപോലെ ഏത്തക്കാപ്പൊടി തുടങ്ങിയ കുറുക്കുകൾ വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് കൊടുത്തു തുടങ്ങാം. കുഞ്ഞ് കഴിക്കുന്നതിനനുസരിച്ചും കുഞ്ഞിൻ്റെ ദഹനത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ എമൗണ്ട് പയ്യെ കൂട്ടി വരാം. കുറുക്കിൽ ശർക്കര, പഞ്ചസാര എന്നിവയ്ക്ക് പകരം പനം കൽക്കണ്ട നമുക്ക് ചേർക്കാം. കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിക്കുന്ന രീതിയും മറ്റും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അമ്മമാരൊക്കെ പറയുന്നതിൽ കുറച്ചൊക്കെ സത്യങ്ങളും കുറച്ചൊക്കെ തള്ളിക്കളയേണ്ടതും ഉണ്ടെന്ന് മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മറുപടി പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.